കോഴിക്കോട് ബാലുശ്ശേരിയിൽ അതിഥിതൊഴിലാളികളുടെ താമസ സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായുള്ള പരിശോധന കഴിഞ്ഞ് തിരികെ വാഹനത്തിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റത്. തലയാട് സ്വദേശികളായ അനൂപ്, സജീവൻ, സണ്ണി എന്നിവർക്കെതിരെയാണ് കേസ്. അഭിജിത്ത് മുഴക്കുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. അപ്പോൾ ഈ ബാലുശ്ശേരിയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഈ അതിഥി തൊഴിലാളികളുടെ സ്ഥലത്തേക്കാണ് എക്സൈസ് സംഘം എത്തിയത്. അവരെ കയ്യേറ്റം ചെയ്തു. ആ സംഭവത്തിലാണ് ഇപ്പോൾ 3 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഈ സംഭവം നടന്നത് എപ്പോഴാണ്? പ്രജിൻ, ഗുഡ് മോർണിംഗ്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച നടന്ന സംഭവമാണിത്. ഈ ലഹരി തടയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന എക്സൈസും പോലീസും ഒക്കെ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ എക്സൈസ് സംഘം ബാലുശ്ശേരി തലയാടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെ ഒരു പരിശോധന നടത്തി. അത് പൂർത്തിയായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് തലയാട് തന്നെയുള്ള ഒരു 3 അംഗ സംഘം ഈ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തി വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നത്. അവർ ഈ ഉദ്യോഗസ്ഥരെ പിടിച്ച് തള്ളുന്നൊരു സാഹചര്യമുണ്ടായി. കഴുത്തിന് പിടിച്ച് തള്ളി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒരാൾക്ക് അല്പം പരിക്ക് പറ്റിയിരുന്നു. ഈ എക്സൈസ് സംഘത്തിലുള്ള ഒരാൾക്ക്, അദ്ദേഹത്തിന്റെ പേര് വിഷ്ണു എന്നാണ്. അദ്ദേഹം താമരശ്ശേരി ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയും ചെയ്തു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ 3 പേർക്കെതിരെ ബാലുശ്ശേരി പോലീസ് കേസെടുത്തിട്ടുള്ളത്. തലയാട് സ്വദേശികളായ അനൂപ്, സജീവൻ, സണ്ണി എന്നിങ്ങനെയാണ് ഈ പ്രതികളുടെ പേര് വിവരങ്ങൾ. നിലവിൽ അവർക്കെതിരെ ഈ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ബാലുശ്ശേരി പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രജിൻ. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും.